സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി കോൺഗ്രസ്. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധുലയിൽ നടന്ന മഹിളാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തിയത്. നിർധനരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം ഉൾപ്പെടെയാണ് മഹിളാ ന്യായ് പദ്ധതിയിലുള്ളത്. 1 लाख रुपए उसके बैंक अकाउंट में हर साल ऑटोमेटिक डायरेक्ट उसके बैंक अकाउंट में जाएगा। और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का 1 लाख रुपए आएगा। क्रांतिकारी कदम है ये। अगर नरेंद्र मोदी जी अरबपतियों को 16 लाख करोड़ रुपए दे सकते हैं, तो हम करोड़ों महिलाओं को 1 लाख रुपए दे सकते हैं. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അതിൽ വനിതകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ, ആ രീതിയിലുള്ള പ്രകടന പത്രികയാണോ, ആ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ വാഗ്ദാന പത്രികയിലുള്ളത്? സ്മിത, നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിയുന്ന വിഭാഗമാണ് സ്ത്രീ വോട്ടർമാർ. നമ്മൾ മധ്യപ്രദേശിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. അവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിനെ വീണ്ടും ഒരിക്കൽ കൂടി വിജയിപ്പിക്കുന്നതിൽ ലാഡ്ലി ബഹൻ പോലെയുള്ള പദ്ധതികൾ ഏത് തരത്തിൽ ഫലം കണ്ടു എന്ന് കണ്ടതാണ്. ഏതായാലും സമാന രീതിയിൽ മഹിളകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ആ വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ ധുലയിൽ വെച്ച് നടക്കുന്ന റാലിയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഈ തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ 5 വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് വാർഷിക സഹായമായി 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നതാണ്. രണ്ടാമതായി കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സംവരണം സ്ത്രീകൾക്ക് നൽകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ അംഗൻവാടി, ആശാ വർക്കർമാർ ഇവർക്കൊക്കെ ഇപ്പോൾ കിട്ടുന്ന വേതനത്തിൽ ഇരട്ടിയാക്കാനുള്ള തീരുമാനം എടുക്കുമെന്ന് പറയുന്നു. മഹിളകൾക്കുള്ള ഹോസ്റ്റലുകൾ എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകൾ നടപ്പാക്കാൻ പോകുന്നു. അങ്ങനെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപ്പാക്കും എന്ന് കോൺഗ്രസ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ തന്നെ പ്രധാന ഘടകമായി ആ പത്രികയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്മിത, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു വാഗ്ദാനം. പ്രകടന പത്രികയിൽ കൂടുതൽ പദ്ധതികൾ 5 വാഗ്ദാനങ്ങളാണ്. അതിൽ 1 ലക്ഷം രൂപ നിർധനരായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാർ ജോലികളിൽ 50% വനിതകൾക്ക് സംവരണവും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.